നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ശാന്തമായിരിക്കാം. ജീവിതം തരണമാ
പാപികൾക്കു വേണ്ടി വാർക്കുമീ നെഞ്ചിലേക്കും നീതിമാൻ നിനക്കു തന്നൊരീ കരുണാമയന കാവൽ വിളക്കേ കനിവിൻ നാളമേ അചരണരതും ഞങ്ങളെയെല്ലാം ചേർക്കണേ അഭയം നൽകണേ കരുണാമയന കാവൽ വിളക്കേ കനിവിൻ നാളമേ.
പൊരുതി നിന്നിടും എന്റെ തോൽവി കാണാനായി ദുഷ്ടരും ഏറെ നാളായി കാത്തിരിക്കുന്നെങ്കിലും എന്റെ തോൽവി കാണാനായി ദുഷ്ടരും ഏറെ നാളായി കാത്തിരിക്കുന്നെങ്കിലും മല്ലനായിട്ടും ഗോലിയാത്തിനെ തച്ചുടച്ച ശക്തി എന്റെ കൂടെയുണ്ടല്ലോ സിംഹക്കുഴിയിലും ദാനിയേലിന് രക്ഷയായ മാർഗ്ഗം എന്റെ കൂടെയുണ്ടല്ലോ രക്ഷയായ മാർഗ്ഗം എന്റെ കൂടെയുണ്ടല്ലോ പരീക്ഷണങ്ങൾ എന്നു വന്നാലും പതറിടാതെ പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്നും എന്റെയും ദൈവം പകലിലും നിലാവിലും ഞാൻ പാടിടും തലമുറയായി നാഥൻ ചെയ്ത നന്മകൾ പകലിലും നിലാവിലും ഞാൻ പാടിടും തലമുറയായി നാഥൻ ചെയ്ത നന്മകൾ തലമുറയായി നാഥൻ ചെയ്ത നന്മകൾ പരീക്ഷണങ്ങൾ എന്തു വന്നാലും പതറിടാതെ പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും ചുണ്ടിമുഖത്തൊരു നോവുണ്ടേ ആരാരും കാണാ നോവുണ്ടേ ചന്ദ്രൻ
യോഹന്നാൻക്കായി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമായി. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം വലയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. കാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരവള്ളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. തീർന്നിടാം ഒരു മെഴുകുതിരി
നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമെല്ലാം അപ്പാ ഞങ്ങൾ ആശയോടെ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പാ കർത്താവെ, ഞങ്ങൾക്ക് ഇന്നും കർത്താവെ ഈ മാസവും കർത്താവെ അവരുടെ നാമത്തിൽ ഞങ്ങൾക്ക് ചേർന്ന് വരുവാൻ തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പാ നിങ്ങൾക്ക് ആയുസ്സ് തന്നു, ആരോഗ്യം തന്നു. ഹല്ലേലൂയ. കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അപ്പൊ നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഉള്ളതിനായി ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പൊ അതിന് കടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പ ഹല്ലേലൂയ കർത്താവേ, അവിടെ എഴുന്നള്ളി വന്ന് നാഥാന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നന്ന കർത്താവേ എന്ന് ഞങ്ങളോട് ഓരോരുത്തരോട് ശക്തമായി ഇടപെടണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്താലും ഭാരത്താലും വരഞ്ഞു കഴിയുന്നവരുടെ മേലപ്പാ നിന്റെ ആണിപ്പാടുള്ള കരം അവിടുന്ന് വെക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്ന് വന്നത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അവിടെ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ എന്ന ജീവന്റെ വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ആടിനെ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, സ്വർഗത്തിന്റെ ആലോചനകൾ ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനായി അടിയനെ നീ വിശദീകരിക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അതിന് കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും കിടന്നു വരാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥാ, സ്തോത്രം കർത്താവേ. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാഥാ നിന്റെ സന്ദർശനം ഉണ്ടാകണമേ, നിന്റെ സാന്നിധ്യം അവരെ സന്ദർശിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അപ്പൊ ആദ്യം അവിടുന്ന് കൂടിയിരിക്കണമേ. അപ്പൊ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്ന് ഞങ്ങൾ ആലോചിക്കുന്ന ഓരോ ആലോചനകളിൽ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം, മടികൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാവണം പിതാവേ. ആമേൻ. സാന്നിധ്യമേ, ഓ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ, തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ, മുട്ടോളം മരയോളം എന്നിൽ ഒഴുകണമേ, മുട്ടോളം മരയോളം വെണ്ണിൽ ഒഴുകണമേ, നീട്ടിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ, തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ, സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ. പ്രിയ ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് സ്വർഗരാജ്യം എന്ന വിഷയമായിരുന്നു നാം ചിന്തിച്ചത്. ഹെവൻ ഈസ് സോ റിയൽ. ഇന്ന് നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കരുണയുള്ള കർത്താവ് സംസാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യം വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. In my father's house are many rooms.
If it were not so, I would have told you, I am going there to prepare a place for you. അത് എന്താണ് നാം വായിച്ചു കേട്ടത്? യേശു പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലാണ് നാം ഈ ഭാഗം കാണുന്നത്. യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന്. അത് യേശു പറയുകയാണ്, തൻ്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്. തൻ്റെ ശിഷ്യന്മാരും യേശുവും ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? പിതാവിൻ്റെ ഭവനം. അതിന് പറയുന്ന പേരാണ് പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യം എന്ന്. പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അതേ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയെല്ലാം അവസാനിപ്പിച്ച് തന്റെ 33 വയസ്സിൽ യേശു കടന്നു പോവുകയാണ്. മരണം വഴിയായി താൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ് എന്ന്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു രാജ്യം പണിതിരിക്കുന്നു, ഒരു സ്വർഗരാജ്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്. എൻ്റെ ആശ്വാസകരമായ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ യേശു പറയുന്നത്. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ തോമസ് അവനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. അതേ, ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. നാളുകളായി യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. യേശു എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ചോദിക്കുകയാണ്, തോമസ് ചോദിക്കുകയാണ്, ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന്, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, പിതാവ് വസിക്കുന്നതായ ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ യേശുവിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശു വസിക്കുന്ന ആ സ്വർഗരാജ്യം, പിതാവാം ദൈവം വസിക്കുന്ന സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ യേശുവിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിൽ എത്തണമെന്നുള്ള ആഗ്രഹമുണ്ടോ? പിതാവാം ദൈവത്തെ നേരിട്ട് കാണണമെന്ന ആഗ്രഹമുണ്ടോ? എങ്കിൽ തന്റെ പുത്രനായ യേശു മുഖാന്തരം മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന്. യേശുവിനെ അറിഞ്ഞാൽ യേശുവിൻ്റെ പിതാവിനെയും അറിയും. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. അതേ, യേശു ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്, പിതാവിനെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവ് ഇരിക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചും അവർക്ക് അറിയാൻ സാധിക്കുകയാണ്, കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫിലിപ്പോസ് അവനോട് ചോദിക്കുകയാണ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അതേ, ശിഷ്യന്മാർ നാളുകളായി കൂടെ നടക്കുകയാണ്. യേശുവിനോട് ഒരുമിച്ച് അവർ അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുകയാണ്. എന്നാൽ അത് മതി, ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു ഫിലിപ്പോസിനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നാണ് ചോദിച്ചത്. അതെ, ഇത്ര നാള് യേശു കൂടെ ഇരുന്നിട്ടും പിതാവിനെ അറിയുവാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്ന് ചോദിക്കുകയാണ്.
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എൻ്റെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ എന്ന്. അതെ, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാകുന്നു എന്ന് യേശു പറയുകയാണ്. അതാണ് വിശ്വസിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. പിതാവിലും പിതാവ് പുത്രനിലും വസിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നുവെന്ന്. അതേ, പിതാവാം ദൈവം യേശുവിൽ വസിച്ചുകൊണ്ടാണ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ എന്ന്. പ്രവൃത്തികൾ നിമിത്തം യേശു ചെയ്യുന്ന പ്രവൃത്തികൾ നിമിത്തം വിശ്വസിപ്പിൻ എന്ന് യേശു പറയുകയാണ്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യുമെന്ന്. അതേ, യേശുവിൽ വിശ്വസിക്കുന്നവർ യേശു ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഓ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യുമെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ? യേശു ചെയ്തതിലും വലിയത് ചെയ്യണമെങ്കിൽ എന്താണ് മാർഗം? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യുമെന്ന്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന്. അതെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന്. അത് യേശുവിൻ്റെ നാമത്തിൽ നാം അപേക്ഷിച്ചാൽ അവൻ അത് ഉത്തരം തരുമെന്നാണ് പറയുന്നത് ഇവിടെ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്ന ഒക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ ഞാൻ വായിച്ചു കേട്ടത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അത് യേശുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതെ, യേശു പിതാവിൻ്റെ അരികിൽ സ്വർഗരാജ്യത്തിൽ കടന്നു ചെന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ കാര്യസ്ഥനായ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മളോടുകൂടെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന്. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കാൻ കഴിയുകയില്ല. അതെ, ലോകത്തിന് കാണുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. ഈ പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിക്കാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അതെ, നമ്മോടൊപ്പം വസിക്കുന്നവനായ ഒരു പരിശുദ്ധാത്മാവ്, ഒരു കാര്യസ്ഥൻ നമ്മളോടുകൂടി ഇരിക്കാമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നുകൊണ്ട് നിങ്ങളും ജീവിക്കുമെന്ന്. അതേ, യേശു ജീവിക്കുന്നുകൊണ്ട് നാമും ജീവിക്കും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്നെ കാണുകയില്ല എന്ന്. കാര്യസ്ഥനായ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് അയക്കാമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് നമുക്ക് സ്വർഗവുമായിട്ടുള്ളൊരു ബന്ധം കിട്ടുക. എങ്ങനെയാണ് നമുക്ക് കിട്ടുക? യേശു പിതാവിലും പിതാവ് യേശുവിലും വസിക്കുന്നു. ആ യേശുവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഉള്ളം തുറക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് ചേർന്ന് പാടാം. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി അവളുടെ ഞാനും കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്കും അവനൊഴുകി. ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാലും ആരോ നിമിഷം തന്നെ പകർന്നു നൽകി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാലും ആരോ നിമിഷം തന്നെ പകർന്നു നൽകി. ആത്മനദി എന്നിലേക്കൊഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ
ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനാഥിലേക്കും അവനൊഴുകി. ആത്മനാഥി എൻ്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോ. ആത്മനാഥി എൻ്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോ. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങു പന്തുപോലെ പൊങ്ങി 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 തുടങ്ങി. അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങു പന്തുപോലെ പൊങ്ങി 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 തുടങ്ങി. ആത്മനാഥി എന്നിലേക്ക് ഒഴുക്കുവാനായി ആത്മനാഥൻ അവലോടെ ഞാനും കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലേക്കും അവനൊഴുകി. ആത്മനാഥി എൻ്റെ അരയോളമേത്തി ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആത്മനാഥി എൻ്റെ അരയോളമേത്തി ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല ഞാൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനാഥി എന്നിലേക്ക് ഒഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലേക്കും അവനൊഴുകി. ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലേക്കും അവനൊഴുകി. ആത്മനാഥി എൻ്റെ ശിരസോളമേത്തി എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയാ. ആത്മനാഥി എൻ്റെ ശിരസോളമേത്തി എൻ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയാ. എൻ ദേഹത്തിനോ തെല്ലും ഭാരമില്ലാതായി ആത്മനാഥിയിൽ ഞാൻ നീന്തി തുടങ്ങി. എൻ ദേഹത്തിനോ തെല്ലും ഭാരമില്ലാതായി ആത്മനാഥിയിൽ ഞാൻ നീന്തി തുടങ്ങി. ആത്മനാഥി എന്നിലേക്ക് ഒഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോടു തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലേക്കും അവനൊഴുകി. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ആത്മനദി പോലെ നമ്മുടെ മേൽ പകരുവാൻ സ്വർഗം ഇന്ന് പ്രസാദിക്കുകയാണ്. നമുക്ക് പാദങ്ങൾ നനച്ചപ്പോൾ വലിയൊരു ശക്തി ഹല്ലേലൂയ പുതിയൊരു ശക്തി പകർന്നു. അത് മുട്ടോളം എത്തിയപ്പോൾ ഹല്ലേലൂയ പന്ത് പോലെ പൊങ്ങി തുടങ്ങിയെന്ന്. എന്നാൽ അരയോളം എത്തിയപ്പോൾ അന്യഭാഷകൾ ലഭിച്ചു. മനുഷ്യരോടല്ല ദൈവത്തോട് തന്നെ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എൻ്റെ ശിരസോളം എത്തിയപ്പോൾ എൻ്റെ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി എന്ന്. നമ്മുടെ ദേഹത്തിന് തെല്ലും ഭാരമില്ലാത്ത അനുഭവം പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ വലിയൊരു ജീവജല നദി ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ദൈവം അതാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ പറഞ്ഞതായ പ്രവചനം നിവൃത്തിയാവുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും ഭൂകത്തവും തന്നെ. അതേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ പറയുകയാണ്, and afterwards I will pour out my spirit on all people. Your sons and daughters will prophesy. Your old men will dream dreams. Your young men will see visions. Even on my servants, both men and women, I will pour out my spirit in those days,
I will show wonders in the heavens and on the earth, blood and fire and billows of smoke. എന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? യോവേൽ പ്രവാചകൻ കാണുകയാണ്, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 28 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കുമെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ഒരു പകർച്ച. ഹല്ലേലൂയ. ഈ അന്ത്യനാളുകളിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സർവ്വജഡത്തിന്റെ മേലും സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ പുത്രന്മാരും പുത്രിമാരെല്ലാം പ്രവചിക്കുന്നവരായി തീരണമെന്ന്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുമെന്ന്. അതേ, ഈ വൃദ്ധ വാർദ്ധക്യത്തിലെത്തിയവർ സ്വപ്നങ്ങളെ കാണും. എന്ത് സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ കാണുക? സ്വർഗീയമായ ദർശനങ്ങൾ, സ്വർഗീയമായ സ്വപ്നങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. ഓ, ആത്മാവിനെ പകർന്നു തരുന്നവനായ സ്നേഹമുള്ള പിതാവ്. ഹല്ലേലൂയ. പുത്രനാം ദൈവം ഇതാ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തന്റെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ പകർന്നു തരികയാണ് പ്രിയപ്പെട്ടവരെ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുളപ്പാൻ കഴിയാത്ത വലിയൊരു ആത്മനദി പ്രവാഹം. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിലേക്ക് തരുവാൻ അവനാ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്ന്? ഹല്ലേലൂയ. ആത്മാവിനാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അതേ, സ്വർഗത്തിലും ഭൂമിയിലും ചില അത്ഭുതങ്ങൾ കാണിക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് എത്ര പേർക്ക് കൊതിയുണ്ട് ഈ സ്വർഗത്തിലും ഭൂമിയിലും ചില അത്ഭുതങ്ങൾ കാണിക്കണമെന്ന്? ഹല്ലേലൂയ. ഓ, യേശു ഇവിടെ നിന്ന് കടന്നുപോയി. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനായ യേശു ഇതാ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. എന്നാൽ ഈ ഭൂമിയിൽ ഇപ്പോൾ ആരാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? നാം ഓരോരുത്തരോടും കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുകയാണ്. എന്തിനാണ് കൂടെ ഇരിക്കാമെന്ന് പറയുന്നത്? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. എന്തിനാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. അതേ, ഫലം കായ്ക്കണമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ആത്മാവിന്റെ ഫലങ്ങൾ നാം കായ്ക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ നമ്മളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയമെല്ലാം നമ്മളിൽ നിന്ന് ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. 9 കൂട്ടം ഫലങ്ങൾ. ഹല്ലേലൂയ. അതുപോലെ വരങ്ങളാൽ നിറയപ്പെടുന്ന അനുഭവം. ഹല്ലേലൂയ. അത് തരുവാനാണ് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാന്റെ നാവിൽ കൂടി പറയുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഒക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അതേ, എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഒക്കെയും. ഹല്ലേലൂയ. ആ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും തരുവാനായിട്ട് തന്നെ എന്ന്. അപേക്ഷിക്കുന്ന ഒക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ നാം ചോദിച്ചാൽ പിതാവ് നമുക്ക് തരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. You did not choose me, but I chose you and appointed you to go and bear fruit that will last. Then the Father will give you whatever you ask in my name. അതേ, പിതാവ് പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതിന് എന്താണ് വേണ്ടത്? അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എന്തിന്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. അതെ അപ്പാ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഞങ്ങളുടെ ഫലം നിലനിൽക്കണമെന്ന്. ഹല്ലേലൂയ. ഓ, ഇന്ന് നമുക്ക് ഫലം നിലനിൽക്കുന്നവരായി തീരണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിനായി സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ ആശയോടെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അടുത്തതായി നമുക്ക് വീണ്ടും വായിച്ചു കേൾക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യങ്ങൾ.
എന്താണ് അവിടെ കാണുന്നത്? എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? യേശുവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കാൻ? ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതം യേശുവിന്റെ ആ ഹൃദയത്തിനുള്ളിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. അതാണ് നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യേശുവിൽ നാം വസിക്കാൻ തയ്യാറായാൽ നമ്മളിൽ വസിക്കാൻ തയ്യാറാവുന്നവനായ ഒരു യേശു. ഹല്ലേലൂയ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന്. അതെ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയുകയില്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അത് യേശു മുന്തിരിവള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കുമെന്ന്. അതെ, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിവിടെ പറയുകയാണ് അപ്പോസ്തലനായ യോഹന്നാൻ. Remain in me and I will remain in you. No branch can bear fruit by itself. It must remain in the vine. Neither can you bear fruit unless you remain in me. I am the vine, you are the branches. If a man remains in me and I in him, he will bear much fruit. Apart from me you can do nothing. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിരിഞ്ഞ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവനോട് ചേർന്ന് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ആ മുന്തിരിവള്ളി കൊമ്പിനോട് പറ്റിച്ചേർന്നിരുന്നത് പോലെ ഹല്ലേലൂയ, യേശുവിനോട് നമുക്ക് പറ്റിച്ചേർന്നിരുന്നാൽ നമുക്ക് അധികം ഫലം കായ്ക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായിട്ട് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. ആ മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്ന് നിന്നാൽ, ആ മുന്തിരിവള്ളിയാവുന്ന യേശുവിനോട് പറ്റിച്ചേർന്ന് നിന്നാൽ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയും. അവന്റെ രാജ്യത്തിൽ ഫലം കായ്ക്കുന്ന ഒരു മുന്തിരിവള്ളിയായി തീരുവാൻ നമുക്ക് കഴിയും. ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം നിന്നോട് സംസാരിക്കും. പ്രിയമകനെ, രാത്രിയുടെ യാമങ്ങളിൽ അനേകം മർമ്മങ്ങൾ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ രാത്രിയുടെ യാമങ്ങളിൽ ചില മർമ്മങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് വെളിപ്പെടുത്തി തരുമെന്ന്? ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് കൊതിയുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവനായ പിതാവാം ദൈവം. അവൻ പുത്രനാം ദൈവം നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് കൊതിയുണ്ട്? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുക. നമുക്ക് അവന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ചെവി ഓർക്കാം. പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ യാമങ്ങളിൽ ചില മർമ്മങ്ങൾ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. രാത്രിയുടെ യാമങ്ങളിൽ അനേകം മർമ്മങ്ങൾ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എത്ര പേര് യാത്രയുടെ യാമങ്ങളിൽ അവന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അവന്റെ സന്നിധിയിൽ കിടന്നുറങ്ങാം. പ്രിയപ്പെട്ടവരെ, അവൻ സ്വപ്നങ്ങളിൽ കൂടെയും ദർശനങ്ങളിൽ കൂടിയെല്ലാം അവൻ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് വായിച്ചു കേട്ടത്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നുവെന്ന് യേശു പറയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അതെ, യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ എത്ര പേർക്ക് കൊതിയുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം അവൻ്റെ ആടുകൾ കേൾക്കും. ഹല്ലേലൂയ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നുവെന്ന് യേശു പറയുന്ന ഒരാടായി തീരുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ മകനെ, മകളെ?
ഹല്ലേലൂയ. യേശു അറിയുന്ന ഒരു ആടായി തീരുക. ഹല്ലേലൂയ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന്. My sheep listen to my voice, I know them and they follow me. ഹല്ലേലൂയ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് യേശുവാകുന്ന ആ ഇടയൻ്റെ പിന്നാലെ പോകാം പ്രിയപ്പെട്ടവരെ. ആ ഇടയൻ പോയി നിൽക്കുന്ന സ്ഥലം അതാണ് സ്വർഗരാജ്യം പ്രിയപ്പെട്ടവരെ. നമുക്ക് ആ രാജ്യത്തിൽ ചെന്ന് നിൽക്കണമെങ്കിൽ ആ യേശുവിനോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നുവെന്ന്. ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിൽ നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നിന്നിൽ വരികയും നീ പ്രവചനാത്മാവിനാൽ നിറയുകയും ചെയ്യുമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ വർഷത്തിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുമെങ്കിൽ ഹല്ലേലൂയ, ദൈവാത്മാവിൽ ശക്തമായ ഒരു അഭിഷേകം നിന്നിൽ വരികയും നീ പ്രവചനാത്മാവിൽ നിറയുകയും ചെയ്യുമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? പ്രവചനാത്മാവിൽ ഹല്ലേലൂയ നിറയപ്പെടുവാൻ, ചില പ്രവചനങ്ങൾ പ്രവചിക്കുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? ഹല്ലേലൂയ. നിന്നെ സ്വർഗത്തിലെ ദൈവം ചെറിയ നിലവാരത്തിൽ നിന്ന് വലിയ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമുക്ക് വായിച്ചു കേൾക്കാം സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന്. ഹല്ലേലൂയ. എന്താണ് സ്വർഗം നമ്മോട് സംസാരിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന്. പ്രിയ മകനെ, മകളെ, നീ പൂർണ്ണ ഹൃദയത്തോടെ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിക്കാറുണ്ടോ? ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന്. ഹല്ലേലൂയ. പലപ്പോഴും നാം സ്വന്തം വിവേകത്തിൽ ഊന്നി നടക്കുന്നവരാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് നടക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമുക്ക് സ്വന്തം വിവേകങ്ങളെല്ലാം താഴെ വയ്ക്കാം, നമ്മുടെ സ്വയങ്ങളെല്ലാം താഴെ വയ്ക്കാം പ്രിയപ്പെട്ടവരെ. നീ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതേ, എന്ത് വളരെ നല്ലതായ ഒരു മനോഹരമായ വാഗ്ദത്തമാണ് പ്രിയപ്പെട്ടവരെ തരുന്നത്. നീ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് നമ്മുടെ പാതകൾ നേരെയാകണമെന്ന്? വേറെ ഒരു വഴിയുമില്ല പ്രിയപ്പെട്ടവരെ, എളുപ്പ വഴിയുമില്ല. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. കർത്താവിനെ സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Trust in the Lord with all your heart and lean not on your own understanding. In all your ways acknowledge him and he will make your path straight. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാത്ത് സ്ട്രൈറ്റ് ആക്കി തരുന്നവനായ ഒരു ദൈവം. അതിനെന്താണ് വേണ്ടതെന്ന് അപ്പോൾ ശലോമോൻ പറയുകയാണ്. സദൃശവാക്യങ്ങൾ കൂടി പറയുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, അവന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പാത. ആ വഴി നമുക്ക് നേരെയാക്കി കിട്ടും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആ പുത്തനാം യെരൂശലേമിൽ എത്തുന്ന ഒരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ചേർന്ന് പാടാം. പുത്തനാം യെരൂശലേമിൽ എത്തുന്ന കാലം. ഹല്ലേലൂയ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. എന്താണ് പ്രിയപ്പെട്ടവരെ നാം പാടിയത്? പുത്തനാം യെരൂശലേമിൽ എത്തുന്ന കാലം ഓർക്കുമ്പോൾ ഇത്തരയിലെ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ എന്ന്. കഷ്ടതയും പട്ടിണിയും ഇല്ലാത്ത നാട്ടിൽ കർത്താവ് ഒരുക്കുന്നതായ സന്തോഷ വീട്ടിൽ നാം തേജസ്സേറുന്ന മോഹന കിരീടങ്ങൾ ധരിച്ച് രാജനേശുവോടുകൂടെ വാഴുന്ന ഒരു നല്ല നാളുകൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്നും ചേർന്ന് പാടാം. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ
ഇത്രയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാമേരുശലേമിലെത്തും കാലമോർക്കുന്നു. ഇത്രയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടുകൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടുകൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാലെന്നല്ല ദൈവം മാറിടും. നീതിയും അനീതിയും അങ്ങില്ലാലേശവും. നീതി സൂര്യ ശോഭയാലെന്നല്ല ദൈവം മാറിടും. നീതിയും അനീതിയും അങ്ങില്ലാലേശവും. സന്തോഷ ശോഭനാമ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. സന്തോഷ ശോഭനാമ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. ശോകം രോഗം യുദ്ധം കൃത ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോ. ശോകം യോഗം യുദ്ധം കൃത ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. അതെ, എന്താണ് പാടിക്കേണ്ടത്? ശോകം രോഗം യുദ്ധം കൃതജാതികളിൽ വിപ്ലവം എല്ലാം പോകുമെന്ന് യേശു ഭൂവിൽ വാഴുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ഭരിക്കുന്ന നല്ല നാളുകൾ സ്വർഗരാജ്യം വരുമെന്നാണ് പ്രിയപ്പെട്ടവരെ നാം പ്രാർത്ഥിക്കുന്നത്. സ്വർഗരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. തുടർന്നും ചേർന്ന് പാടാം. അപ്പോൾ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വാണിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ഭാവം. നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ഭാവം. നിത്യതയ്ക്കുള്ളിൽ മറയും തീരുകാലവും. അത് എന്താണ് നാം പാടിക്കേണ്ടത്? ദുഃഖവും നെടുവേർപ്പവും ഇല്ലാത്ത നാള്. ഹല്ലേലൂയ. നിത്യസന്തോഷം ശിരസിൽ വഹിച്ച് നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യത എവിടെയാണ്? ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കുറച്ച് നാളുകൾ മാത്രമേ ഭൂമിയിൽ നമ്മുടെ നിത്യത കഴിക്കേണ്ടത്. എവിടെയാണ് പ്രിയപ്പെട്ടവരെ? അത് നമ്മുടെ സ്വർഗരാജ്യത്തിലാണ്. അതാണ് പുത്തൻ യെരൂശലേം. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ചേർന്ന് പാടാം. ആദ്യം മുതൽ ചേർന്ന് പാടാം. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുന്നു. ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുന്നു. ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം, കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം, കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടുകൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടുകൂടെ വാഴുമേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുന്നു. ഇക്കരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നീതി സൂര്യ ശോഭയാലെന്നല്ല ദൈവം മാറിടും. നീതിയും അനീതിയും അങ്ങില്ലാലേശവും. സന്തോഷ ശോഭനം നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. ശോകം
രോഗം യുദ്ധം വൃത്ത ജാതികളുടെ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോ ശോകം രോഗം യുദ്ധം വൃത്ത ജാതികളുടെ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോ പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നെടുവേർപ്പാൻ സർവവും തീർന്നിടും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും നിത്യ നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജസ്സേറും മോഹൻ കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശോടു കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശോടു കൂടെ വാഴുമേ പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോ ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ അതേ പ്രിയപ്പെട്ടവരെ ആ പുത്തനാം യെരൂശലേം അതാണ് നാം ചിന്തിക്കുന്ന സ്വർഗരാജ്യം അവിടെ പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ കോടാനുകോടി പിറന്ന ദൂതന്മാരുണ്ട് ഹല്ലേലൂയ ആ സ്വർഗത്തിൽ ഹല്ലേലൂയ നമുക്ക് കയറി ചെല്ലുവാൻ ഹല്ലേലൂയ അവൻ അനുവദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സ്വർഗരാജ്യത്തിലേക്ക് കിടന്നു ചെന്ന് ആ സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാകുവാൻ അവൻ നമ്മെ വിളിക്കുന്നുണ്ട് ഹല്ലേലൂയ മാനുഷിക യാത്രയിലെ ആത്മീക ജീവികളാണല്ലോ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഈ മാനുഷികമായ യാത്രയിലെ ആത്മീക ജീവികളാണ് നാം ഓരോരുത്തരും നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് ഹല്ലേലൂയ സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ ഭവനം ഹല്ലേലൂയ സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ ഭവനം ഹല്ലേലൂയ സ്വർഗം തികച്ചും ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗമുണ്ടെന്ന് പോലും പലരും വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ സ്വർഗമുണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത ഒരു വലിയ കൂട്ടം ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് മറ്റു ചിലർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല സ്വർഗരാജ്യം ഒരു വിഷയം പോലും അല്ലാത്ത വലിയ കൂട്ടം ജനങ്ങൾ ഹല്ലേലൂയ ഈ ലോകമാണ് എല്ലാം എന്നാണ് അനേകരുടെയും ചിന്ത പ്രിയപ്പെട്ടവരെ എന്താണ് ആർക്കും ഒരു വിഷയമല്ല സ്വർഗരാജ്യം പ്രിയപ്പെട്ടവരെ ഈ മാനുഷികമായ യാത്രയിലെ ആത്മീക ജീവികളായ നമ്മുടെ ആത്മാക്കൾ ഹല്ലേലൂയ നമ്മുടെ രാജ്യത്തിലേക്ക് നമ്മുടെ സ്വന്തം രാജ്യം ഏതാണ് പ്രിയപ്പെട്ടവരെ ഈ ഇന്ത്യയല്ല നമ്മുടെ മഹാരാജ്യം നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യ മഹാരാജ്യമല്ല നമ്മുടെ സ്വന്തം രാജ്യം സ്വർഗരാജ്യമാണ് ആ സ്വർഗരാജ്യത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ എത്ര പേര് ഈ രാജ്യത്തെ കുറിച്ച് ചിന്തയുള്ളവരാണ് മറ്റു ചിലർക്ക് ഇതൊന്നും വിഷയം പോലുമല്ല പലരും വിശ്വസിക്കുന്ന പോലുമില്ല ഹല്ലേലൂയ അനേകം നിരീശ്വരവാദികൾ പോലും ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരാണ് അവർക്കറിയാം ഇന്നത്തെ ഈ സമയം ഇന്നത്തെ ഈ കാലഘട്ടം ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വർഷങ്ങൾ പോലും തിരിച്ചിരിക്കുന്നത് യേശുവിന് മുമ്പുള്ള കാലം BC എന്നും യേശുവിന് ശേഷമുള്ള കാലം AD എന്നും അറിയപ്പെടുന്നു പ്രിയപ്പെട്ടവരെ യേശുവിനെ വിശ്വസിക്കാത്തവർ പോലും യേശുവിനെ അറിയേണ്ട കാലമാണ് പ്രിയപ്പെട്ടവരെ അതേ പലരും വിശ്വസിക്കുന്നില്ല ഒരു സ്വർഗമുണ്ടെന്ന് നാം ഈ കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്തകൾ കേട്ടു ഇതാ ബഹിരാകാശത്തിൽ കടന്നു ചെന്ന് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നു എന്ന് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു ഈ ഭൂമി മാത്രമേ ഉള്ളൂ എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് എന്നാൽ ചന്ദ്രനിലേക്കും
മറ്റ് ഗ്രഹങ്ങളിലേക്കെല്ലാം മനുഷ്യൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതുപോലെ ഒരു രാജ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വർഗരാജ്യവും. ആ രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മുടെ ഓരോ ആത്മാക്കളും പ്രിയപ്പെട്ടവരെ. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണെന്ന് നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തും. അതേ, സ്വർഗം ഒരു യഥാർത്ഥമാണെന്ന് നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ, ബന്ധങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇടപാടുകൾ, ഇവയ്ക്കെല്ലാം മാറ്റമുണ്ടാകും. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കർത്താവ് ഒരു സ്ഥലം ഒരുക്കി കഴിഞ്ഞു എന്നുള്ള പ്രത്യാശ നിങ്ങളെ ഭരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതേ, നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി സ്വർഗത്തിൽ ദൈവം യേശു സ്ഥലം ഒരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കർത്താവ് ഒരു സ്ഥലം ഒരുക്കി കഴിഞ്ഞു, ഹല്ലേലൂയ, എന്നുള്ള പ്രത്യാശ നിങ്ങളെ ഭരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അവൻ അവിടെ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ ഈ തലമുറയിലാണോ യേശു വീണ്ടും വരുന്നത്? ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ വാക്കുകൾ നിങ്ങൾ വിലയോടുകൂടി കാണുക പ്രിയപ്പെട്ടവരെ. ഗൗരവത്തോടുകൂടി ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ളവരാവുക. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണെന്ന് നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും, ഹല്ലേലൂയ, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇടപാടുകൾ, ഇവയ്ക്കെല്ലാം മാറ്റം വരുമെന്നാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഹല്ലേലൂയ. നാം എന്താണ് ആദ്യം വായിച്ചു കേട്ടത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അതേ, 2025 വർഷങ്ങളായി പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ നമ്മുടെ പ്രിയനായ യേശു സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നു പോയിട്ട്, ഹല്ലേലൂയ, നമ്മളെ ഒരുക്കുവാൻ വേണ്ടി തൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഇതാ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് എന്ന് 2025ഓളം വർഷങ്ങളായി പ്രിയപ്പെട്ടവരെ നാം ഒരുങ്ങിയോ? ഹല്ലേലൂയ. ഈ കാര്യസ്ഥനാവുന്ന പരിശുദ്ധാത്മാവ് അധ്വാനിക്കുകയാണ്. ഹല്ലേലൂയ. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് നിങ്ങൾക്കും ഹല്ലേലൂയ അധ്വാനിക്കാൻ മനസ്സാണോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കും ഈ അനേക സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹം? ഹല്ലേലൂയ. സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചുള്ള ആ വലിയൊരു ബോധം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഹല്ലേലൂയ. കാര്യസ്ഥനാവുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ അപ്പാ, ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പാ, പിതാവാം ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കട്ടെ. ഞങ്ങൾ ഹല്ലേലൂയ പാടട്ടെ. ഹല്ലേലൂയ. 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 അവിടെ ഞങ്ങളിൽ വാഴണമേ. ഹല്ലേലൂയ. അപ്പാ, പുത്രനാം ദൈവമേ, ഹല്ലേലൂയ. 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 അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണമേ, ഞങ്ങളുടെ ശരീരത്തിനുള്ളിൽ വാഴണമേ. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. 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 അവിടുന്ന് ഞങ്ങളുടെ സിരകളിൽ കൂടി ഒഴുകണമേ. ഹല്ലേലൂയ. തീയായി മഴയായി ഞങ്ങൾ പെയ്തിറങ്ങണമേ കർത്താവേ. അപ്പാ, ഞങ്ങൾ ആദ്യം പാടിയതുപോലെ നിന്റെ സാന്നിധ്യം തീയായി മഴയായി ഞങ്ങൾ ഒഴുകണമേ. ഹല്ലേലൂയ. സാന്നിധ്യമേ, ഓഹോ സാന്നിധ്യമേ, തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ. തീ പോലെ മഴ പോലെ എന്നിൽ ഒഴുകണമേ. മുട്ടോളം മരയോളം എന്നിൽ ഒഴുകണമേ. മുട്ടോളം മരയോളം എന്നിൽ ഒഴുകണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത സാന്നിധ്യമേ. സാന്നിധ്യമേ. അപ്പാ, നിന്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പാ, നീ ദേശത്തെ സന്ദർശിക്കാൻ അവിടെ ഇറങ്ങി വന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. നിസ്സാരരായ ഞങ്ങളോട് കൂടെ അവിടുന്ന് ഈ സമയം എത്രയും അവിടുന്ന് ഇടപെട്ടതിന് ഞങ്ങൾക്ക് നന്ദി പറയുന്നു അപ്പാ. ഹല്ലേലൂയ. അവിടുത്തെ ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. കർത്താവെ, സൗഖ്യമാകുന്ന വചനം ഞങ്ങളുടെ മേൽ വിതറിയതിന് നന്ദി കർത്താവെ.
ഹല്ലേലൂയ. കർത്താവേ, ആ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്പാൻ കഴിയാത്തതുപോലെ ഹല്ലേലൂയ കർത്താവേ, നിന്നിൽ വസിച്ചുകൊണ്ട് ഈ നാളുകളിൽ ഫലം കായ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. അധികം ഫലം കായ്പാൻ ഹല്ലേലൂയ, ഫലം കായ്പാനും അധികം ഫലം കായ്പാനും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന് ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന് ഹല്ലേലൂയ. അപ്പൊ അവിടെ ഞങ്ങളെ കേൾപ്പിച്ച ജീവന്റെ വചനങ്ങൾക്കായി നന്ദി അപ്പ ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ കർത്താവേ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും നിന്റെ മുറിഞ്ഞ കരം വെക്കണമേ കർത്താവേ. അപ്പ യൂട്യൂബിൽ കൂടി ഞങ്ങളെ കാണുന്ന ഓരോരുത്തരുടെ മേലും നാഥാ നിന്റെ ആണിപ്പാടുള്ള കരം വെച്ച് ഹല്ലേലൂയ ഈ സമയം അവരുടെ മേൽ പൂർണ്ണ സൗഖ്യമായിക്കണമേ കർത്താവേ. അവരുടെ കടബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഹല്ലേലൂയ. ചില ലിവർ സിറോസിസുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില ക്യാൻസറുകൾ സൗഖ്യമാവട്ടെ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ, അവിടെ അത്ഭുതങ്ങൾ ചെയ്യണമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾ അതിലും വലിയ, ഞാൻ ചെയ്തതിലും വലിയതായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ നീ അറിയിച്ചുവല്ലോ അപ്പാ ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കുകയാണ് ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഹല്ലേലൂയ. ഷുഗർ പേഷ്യൻസ് സൗഖ്യമാവട്ടെ കർത്താവേ. ഷുഗറിന്റെ ചില പ്രയാസങ്ങൾ മൂലം ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ചില മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാവട്ടെ ഹല്ലേലൂയ. ചില ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ അപ്പ ഹല്ലേലൂയ. ചില എല്ല് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാവട്ടെ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ രോഗസൗഖ്യം ഉണ്ടാവട്ടെ. ശാപങ്ങൾ മുറിഞ്ഞു പോകട്ടെ അപ്പ ഹല്ലേലൂയ. തലമുറകളായി വരുന്ന ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറട്ടെ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ചില ദാരിദ്ര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഐശ്വര്യവും സമ്പത്തും നിന്റെ കൂടാരത്തിൽ ഉണ്ടാവട്ടെ ഹല്ലേലൂയ. ഈ നാടുകൾ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും വർഷമാക്കി സ്വർഗത്തിലെ അപ്പാ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യങ്ങൾ മാറട്ടെ കർത്താവേ ഹല്ലേലൂയ. പണസംബന്ധമായിട്ടുള്ള ചില ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പാ. സൂപ്പർ നാച്ചുറൽ ആയിട്ട് അപ്പാ അവിടെ നിന്റെ ദൂതന്മാരെ അയക്കണമേ ഹല്ലേലൂയ. കർത്താവേ, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വിടാൻ ബുദ്ധിമുട്ടി അനേകരായിരിക്കുന്നു ഹല്ലേലൂയ. ഒരു വർഷത്തെ ഫീസ് പോലും അടയ്ക്കാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. അവരുടെ മേൽ അനുഗ്രഹത്തിന്റെ കരം നീണ്ടു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂപ്പർ നാച്ചുറൽ ആയിട്ട് ചില സാമ്പത്തികമായ വഴികൾ തുറന്നു വരട്ടെ. ചില തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചില അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റട്ടെ കർത്താവേ. അനേകർ ഈ നാളുകളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ രുചിച്ചറിയട്ടെ. യേശു ജീവിക്കുന്നു എന്ന് അനേകർ അറിയട്ടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടെ ഞങ്ങളെ ചെയ്യുന്നതിന് നന്ദി. നിന്റെ ദൂതന്മാരെ അവിടെ അയക്കണമേ ഹല്ലേലൂയ. ആവശ്യക്കാർക്ക് വേണ്ടി നിന്റെ ദൂതന്മാരെ നീ അയക്കണമേ ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ശബ്ദപരിധിയിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് നിന്റെ ദൂതന്മാരെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ് അപ്പ ഹല്ലേലൂയ. കടന്നു ചെന്ന അത്ഭുതങ്ങൾ ചെയ്യണമേ ഹല്ലേലൂയ. എന്താവശ്യമാണോ അവരുടെ മേലുള്ളത് ഹല്ലേലൂയ, അതിന്മേൽ നിന്റെ കരം വരണമേ അപ്പ. ഞങ്ങളുടെ ഈ സ്തോത്രം ഈ കാൽവരി തറവാടിന്റെ നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഹല്ലേലൂയ. കർത്താവേ, ഇതിൽ കൂടി കണ്ടിരിക്കുന്ന അനേകം ആത്മാക്കൾ സ്വർഗത്തിൽ എത്തിച്ചേരണം ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്റെ വേറെ ജീവന്തപ്പോഴും ഞങ്ങൾ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലുള്ള ഓരോ മെമ്പേഴ്സിനെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഹല്ലേലൂയ. കർത്താവേ, ഇതിൽ ചവിട്ടി നിന്നുകൊണ്ട് നിന്റെ വൻവേല നീ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നീ ഇതിൽ ചവിട്ടിയിറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. അവിടെ ഞങ്ങൾ ചെയ്യുന്നതിന് നന്ദി അപ്പ സ്തോത്രം. ഇത്രത്തോളം അവിടെ ഞങ്ങളോട് ഇടപെട്ടതിന് നന്ദി അപ്പ ഹല്ലേലൂയ. ജീവന്റെ ശബ്ദം ഞങ്ങൾക്ക് തന്നതിന് നന്ദി കർത്താവേ. നിന്റെ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തയും ഞങ്ങളെ ഹല്ലേലൂയ, നിന്റെ രാജ്യത്തെ കുറിച്ചുള്ള സ്വപ്നം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ അപ്പ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആത്മാവിൽ നിന്റെ രാജ്യത്തിൽ കടന്നു വരുവാനും നിന്നെ മുഖാമുഖം കണ്ട് നിന്നെ ആരാധിപ്പാനും ഞങ്ങൾ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യാക രക്തം, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നന്ദി അപ്പ. അവിടുത്തെ രക്തത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകൾ സൗഖ്യമാവട്ടെ. ഞങ്ങളുടെ ആത്മാവിന്റെ രോഗങ്ങൾ സൗഖ്യമാവട്ടെ അപ്പ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാണന്റെ അരിഷ്ടതകൾ സൗഖ്യമാവട്ടെ ഹല്ലേലൂയ. നിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ. നിന്റെ കുരിശിവിടെ ഉയർന്നു നിൽക്കണമേ ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ചവനായ യേശുവിനെ എല്ലാവരും കണ്ടെത്തണമേ ഹല്ലേലൂയ. കർത്താവേ, ഉയർത്തുന്നതിനും സ്വർഗ്ഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണിച്ചുകൊണ്ടിരിക്കുന്ന അപ്പനെ ഞങ്ങൾ ആരാധിക്കട്ടെ അപ്പ. സ്വർഗീയ ആരാധന ഞങ്ങളുടെ നാവിന്മേൽ നൽകണമേ അപ്പ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. അവിടെ ഞങ്ങൾ ചെയ്യുന്നതിന് നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാവണം പിതാവേ
ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.